ആലപ്പുഴ പുളിങ്കുന്ന് സ്വദേശി സുരേഷ് കുമാറിന്റെ മരണം കൊലപാതകമെന്ന് തെളിഞ്ഞു. സംഭവത്തിൽ സുരേഷ് കുമാറിന്റെ സുഹൃത്തുക്കളായ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. നിരന്തരം കളിയാക്കിയതിനും ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിച്ചതിനുമാണ് സുരേഷിനെ ഇവർ ക്രൂരമായി മർദ്ദിച്ചത്. മസ്തിഷ്ക അണുബാധയെ തുടർന്ന് ഈ മാസം 2-നാണ് സുരേഷ് മരിച്ചത്. വാഹനാപകടത്തിൽ പരിക്കുപറ്റിയെന്ന് പറഞ്ഞാണ് സുരേഷ് കുമാർ ആശുപത്രിയിലടക്കം ചികിത്സ തേടിയത്. സുരേഷിന്റെ മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞത് പുളിങ്കുന്ന് പോലീസ് നടത്തിയ കൃത്യമായ അന്വേഷണമാണ്. കുന്നുമ്മ സ്വദേശികളായ യദുവിനെയും ഹരികൃഷ്ണനെയും കൊല്ലപ്പെട്ട സുരേഷ് കുമാർ നിരന്തരം കളിയാക്കുമായിരുന്നു. ജാതിപ്പേര് വിളിച്ചുള്ള അധിക്ഷേപവും സ്ഥിരമായുണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് ക്രൂരമായ മർദ്ദനം. ഏപ്രിൽ 20-ന് യദുവും ഹരികൃഷ്ണനും മദ്യപിക്കാനെന്ന പേരിലാണ് സുരേഷിനെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കിയത്. പിന്നീട് സമീപത്തെ വായനശാലയ്ക്കടുത്ത് വെച്ച അതിക്രൂരമായി മർദ്ദിച്ചു. പലവട്ടം പറഞ്ഞിട്ടും സുരേഷ് കളിയാക്കലും അധിക്ഷേപവും നിർത്താത്തത് പ്രകോപന കാരണമായി. ആക്രമണത്തിനിടെ തലയോട്ടിക്ക് പൊട്ടലേറ്റ സുരേഷ് അർദ്ധബോധാവസ്ഥയിലായി. ഇതോടെ സുരേഷിനെ പ്രതികൾ പായൽ നിറഞ്ഞ ചാലിൽ ഉപേക്ഷിക്കുകയായിരുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ സുരേഷ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയെങ്കിലും ജൂൺ 2-ന് മരിച്ചു. ഇതോടെ ബന്ധുക്കൾ മരണത്തിൽ ദുരൂഹത ആരോപിച്ച പുളിങ്കുന്ന് പോലീസിൽ പരാതി നൽകി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സുരേഷ് കുമാറിനെ സംഘം ചേർന്ന് ആക്രമിച്ചതായി കണ്ടെത്തിയത്. മർദ്ദനത്തിൽ തലക്കേറ്റ ക്ഷതം പിന്നീട് മസ്തിഷ്ക അണുബാധയായി മാറിയെന്നാണ് കണ്ടെത്തൽ. ഇതാണ് മരണകാരണം. യദുവിനും ഹരികൃഷ്ണനും പുറമെ കാവാലം കൈനിലം വീട്ടിൽ ഹരീഷ് കൂടി അറസ്റ്റിലായി. കേസിലെ 3-ാം പ്രതിയാണ് ഹരീഷ്. റിപ്പോർട്ടർ, ആലപ്പുഴ.